യേശുക്രിസ്തു പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. യേശുക്രിസ്തു പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. യേശുക്രിസ്തു പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം മുകളിൽ നിന്ന് മുഴങ്ങി. അതിനകത്ത് സ്വർഗം തുറക്കുന്ന പ്രാർത്ഥന, അതാണ് നമ്മൾ ഈ പ്രസംഗത്തിന്, ഈ ശുശ്രൂഷയ്ക്ക് ഇട്ടിരിക്കുന്ന തലക്കെട്ട്. ഇന്ന് ഒരാൾ യേശുക്രിസ്തുവിനെ ജീവിതത്തിൽ കൈക്കൊണ്ട് കഴിയുമ്പോൾ ബൈബിൾ പറയുന്നത് നാം ദൈവത്തിൻ്റെ മക്കളാകുകയാണ്. ഹല്ലേലൂയ. ബൈബിൾ പറയും അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ. അന്ന് യോഹന്നാൻ 3 കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് ഇത്ര വലിയ സ്നേഹം തന്നിരിക്കുക. അപ്പം ഇപ്പം നമ്മുടെ പദവി എന്താണ്? ദൈവത്തിൻ്റെ മക്കൾ. ഇവിടെ നിങ്ങളിൽ ഭൂരിപക്ഷം ആൾക്കാർക്കും കുഞ്ഞുങ്ങളുള്ളവരാണ്. നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കഷ്ടമനുഭവിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പേരൻസ് ഉണ്ടോ? ഇല്ല. നമ്മുടെ ദൈവം അങ്ങനെ ആഗ്രഹിക്കുന്നില്ല നമ്മളിങ്ങനെ വിഷമിച്ച് ജീവിക്കണമെന്ന്. ഹല്ലേലൂയ. നിന്റെ കുഞ്ഞിന് വേണ്ടി നീ എന്തെല്ലാം കരുതുന്നുണ്ടോ അതുപോലെ ദൈവത്തിൻ്റെ മക്കൾക്ക് വേണ്ടി ദൈവം എല്ലാം കരുതുന്നുണ്ട്. ആ ഉറപ്പും ധൈര്യവുമാണ് നമുക്ക് ബലം തരുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പം ഇവിടെ കർത്താവ് സ്തോത്രം, ഇവിടെ യേശുക്രിസ്തു ഏറ്റവും കൂടുതൽ പഠിപ്പിച്ചത് പ്രാർത്ഥനയെക്കുറിച്ചാണ്. അപ്പം യേശുക്രിസ്തുവിനെ നമ്മൾ ഫോളോ ചെയ്യുവാന്നേ, യേശു രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുന്നവനായിരുന്നു. യേശുക്രിസ്തു ശിഷ്യന്മാരുടെ കൂടെ പ്രാർത്ഥിച്ചെന്നല്ല എഴുതിയേക്കുന്നേ, ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചു. അവരെ ഒരു സ്ഥലത്തിരുത്തിയിട്ട് മാറിപ്പോയി പ്രാർത്ഥിച്ചു. അപ്പം പേഴ്സണൽ പ്രയറിൻ്റെ പ്രാധാന്യതയാണ് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. സങ്കീർത്തനക്കാരൻ പറഞ്ഞൊരു വാക്യമായി ഇന്ന് ഇവിടെ എടുത്തത്. ആ വാക്യം ഇനിയും വായിപ്പിക്കുന്നില്ല, കാരണം അടുത്ത വാക്യം വായിപ്പിക്കാൻ പോകുന്നേ. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടും. അപ്പം പ്രാർത്ഥനയിൽ ഒരു ദൈവമൈതനിൽ വെളിപ്പെടുന്ന 2 കാര്യങ്ങളാണ്. 1 ദൈവിക ബലം, 2 ദൈവിക ധൈര്യം. ഇന്ന് ഇവിടുന്ന് പോകുമ്പോൾ ഭീരുവായിട്ടല്ല പോകുന്നത്, ധൈര്യശാലിയായിട്ട് പോകണം. ഹല്ലേലൂയ. പിശാചിൻ്റെ സാമ്രാജ്യത്തെ തകർക്കുന്ന ഒരു ബലം പ്രാർത്ഥിക്കുന്ന നമ്മുടെ ഉള്ളിൽ വരണം. എല്ലാ വാക്യവും അതിനകത്ത് പ്രസംഗിക്കാൻ പറ്റത്തില്ല. 2 പദങ്ങൾ എടുക്കുകയാണ്. ഇവിടെ പ്രവാചകൻ ദൈവത്തിൻ്റെ ജനത്തോട് പറയുകയാണ്, നിങ്ങൾ ദൈവത്തിന് സ്തോത്രം ബലം ധരിക്കണം. എന്തുവാണ്? ബലം ധരിക്കണം. എന്തിനാ ബലം ധരിക്കുന്നതെന്നറിയാമോ? നിന്റെ കഴുത്തിലെ ബന്ധനങ്ങളെ നീ തന്നെ അഴിച്ചു കളയണം. ഒരാമയും പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? നിന്റെ ലൈഫിൽ എവിടെങ്കിലും സാത്താൻ എന്തെങ്കിലും സാധനം ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ എന്തെങ്കിലും വേര് നിന്റെ അകത്തുണ്ടെങ്കിൽ, നീ ഇന്ന് അതിനെ പിഴുതെറിയണം. ഹല്ലേലൂയ.